നമ്മൾ റാങ്ക് ഓഫ് മെട്രിക്സും സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് ആയിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത്. അതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. അപ്പോൾ റാങ്ക് ഓഫ് എ മെട്രിക്സ് എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഫെബ്രുവരി 2019 ചോദിച്ച ക്വസ്റ്റ്യനാണ്. ദ റാങ്ക് ഓഫ് ദ മെട്രിക്സ് 1 2 0 1 5 4 2 6 4 2 2 5. ഓപ്ഷൻസ് 1 2 3 4. റാങ്ക് കണ്ടുപിടിക്കുന്ന വിധം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചാണ്. എന്തായിരുന്നു റാങ്ക്? നമ്മൾ റോ റെഡ്യൂസ്ഡ് ഫോമിലേക്ക് തന്നിരിക്കുന്ന മെട്രിക്സിനെ മാറ്റിയിട്ട് അതിൽ എത്ര നോൺ സീറോ റോസ് ഉണ്ടോ അതിൻ്റെ എണ്ണത്തെയാണ് നമ്മൾ റാങ്ക് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് വേറെ രീതി പറഞ്ഞാൽ നമ്പർ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് റോസ് എത്ര ഉണ്ട്, നമ്പർ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് വെക്ടേഴ്സ് എത്ര ഉണ്ട്, അതിനെയാണ് റാങ്ക് എന്ന് പറയുന്നത്. നമ്മൾ പ്രോബ്ലം ചെയ്ത് വരുമ്പോൾ എത്ര ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് റോസ് ഉണ്ടെന്ന് നോക്കുക, അതല്ലെങ്കിൽ എത്ര നോൺ സീറോ റോസ് പ്രസൻ്റ് ആയിട്ടുണ്ടെന്ന് നോക്കുക മെട്രിക്സിൽ. അതിൻ്റെ എണ്ണത്തെയാണ് റാങ്ക് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദമായിട്ട് പഠിച്ചതാണ്. അപ്പോൾ ഈ മെട്രിക്സിൻ്റെ റാങ്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ നോക്കാം. A equal to 1 2 0 1 5 4 2 6 4 2 2 5. ഇതാണ് നമ്മൾ തന്നിരിക്കുന്ന മെട്രിക്സ്. ഫസ്റ്റ് നോൺ സീറോ എൻട്രി എന്നുള്ള 1 ആണ്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താണ്? 1ന് താഴത്തേക്കുള്ള എല്ലാം 0 ആക്കണം. അതായത് ഈ 5നെയും 4നെയും 0 ആക്കണം. അപ്പോൾ കൊടുക്കുന്ന ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ R2 ഇംപ്ലൈസ് R2 മൈനസ് 5R1. ഓക്കെ. ഇനി അതുപോലെ തന്നെ 4നെ 0 ആക്കാൻ വേണ്ടിയിട്ട് R3 ഇംപ്ലൈസ് R3 മൈനസ് 4R1. ഈ രണ്ട് ഓപ്പറേഷനും കൊടുത്താൽ ഫസ്റ്റ് റോ അങ്ങനെ തന്നെ 0 1 തന്നെ, രണ്ടാമത്തെ റോയിൽ ഇത് 0 ആകും. അടുത്തത് 4 മൈനസ് 10 വരും, അതായത് മൈനസ് 6. അടുത്തത് 2 മൈനസ് 0, അതായത് 2 വരും. അടുത്തത് 6 മൈനസ് 5, ഇറ്റ് ഈസ് 1. ഓക്കെ. 0 മൈനസ് 6 2 1. നെക്സ്റ്റ് R3 വരുന്നത് ഇവിടെ 0 വരും. അടുത്ത സ്റ്റെപ്പിൽ 2 മൈനസ് 4 × 2 8, മൈനസ് 6 വരും. അടുത്തത് 2 മൈനസ് 0, ദാറ്റ് ഈസ് 2 വരും. അടുത്തത് 5 മൈനസ് 4 വരും, ദാറ്റ് ഈസ് 1 വരും. ഓക്കെ. അപ്പോൾ നമ്മൾ പുതിയ മെട്രിക്സ് കിട്ടി. ഇനി ഇത് നിങ്ങൾ വീണ്ടും സോൾവ് ചെയ്യാൻ ഈ സെക്കൻഡ് റോയിലെ സെക്കൻഡ് നോൺ സീറോ എൻട്രി ഇതിനെ 1 ആക്കാൻ മാറ്റുക, അങ്ങനെയുള്ള ആ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്ത് പോകേണ്ട കാര്യമില്ല. നമുക്ക് ഇവിടെ വെച്ച് തന്നെ ഈ ക്വസ്റ്റിൻ്റെ ആൻസർ സോൾവ് ചെയ്യാൻ പറ്റും. ഇത് നോക്കി, ഈ രണ്ട് റോയും നമുക്ക് റിപ്പീറ്റഡ് ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് വരുമ്പോഴത്തേക്കും നമ്മളിതിൽ റോ ഓപ്പറേഷൻ കൊടുക്കുമ്പോൾ ഉറപ്പായിട്ടും നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു റോയെ നമുക്ക് 0 ആക്കി മാറ്റാം, അല്ലേ? അപ്പോൾ ഇതിനകത്ത് എത്ര നോൺ സീറോ റോസ് വരും? 2 നോൺ സീറോ റോസ് ആയിരിക്കും വരാൻ പോകുന്നത്. ഓക്കെ. അപ്പോൾ ചെയ്ത് വേണേൽ കാണിക്കാം. ഇപ്പോൾ R3 എന്ന് പറഞ്ഞത് R3 മൈനസ് R2 ഇങ്ങനൊരു ഓപ്പറേഷനാണ് കൊടുത്തെങ്കിൽ നമ്മുടെ 1 2 0 1 അങ്ങനെ നിന്നു. 0 മൈനസ് 6 2 1. R3 മൈനസ് R2 ആ കൊടുത്തെങ്കിലോ ഇതിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യാം. ദാറ്റ് ഈസ് 0 മൈനസ് 6 മൈനസ് 6, അതായത് പ്ലസ് 6 ആവും, അത് 0 വരും. 2 മൈനസ് 2, ദാറ്റ് ഈസ് 0 വരും. 1 മൈനസ് 1 0 വരും. ഫുൾ 0 ആയിട്ടുള്ള റോയാണ് നമുക്ക് വന്നേക്കുന്നത് ഒരു ഓപ്പറേഷൻ നമ്മൾ കൊടുത്തപ്പോൾ. അപ്പോൾ ഇതിനെ ഇനി 1 ആക്കി മാറ്റിയാലും -6 കൊണ്ട് ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്താലും ഒരു നോൺ സീറോ റോ തന്നെ നമുക്ക് കിട്ടുക. ഇവിടെ ഇതിന് വ്യത്യാസം വരാൻ പോകുന്നില്ല. അപ്പോൾ നമുക്ക് ഈ ഓപ്പറേഷൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇവിടെ വെച്ച് നമുക്ക് ഉത്തരം എഴുതാൻ പറ്റും. ഇതിനകത്ത് റാങ്ക് എന്ന് പറയുന്നത് 2 ആയിരിക്കും, 2 ആയിരിക്കും. അപ്പോൾ 2 നോൺ സീറോ റോസ് ആണ് നമുക്ക് പ്രസൻ്റ് ആയിട്ട് കിട്ടുക. സോ ദ റാങ്ക് ഓഫ് ദിസ് മെട്രിക്സ് ഈസ് 2. റാങ്ക് ഓഫ് എ ഈസ് 2 ആയിരിക്കും. ഓക്കെ. 2 നോൺ സീറോ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് റോസ് ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. അതുകൊണ്ട് റാങ്ക് ഓഫ് എ എന്ന് പറഞ്ഞത് 2 ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ ബി ഇതാണ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ. ഫെബ്രുവരി 2019 ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. ദ വാല്യൂ ഓഫ് എ ഫോർ വിച്ച് ദ സിസ്റ്റം ഓഫ് ഇക്വേഷൻ x plus y plus z equal to 1, x minus y plus 2 z equal to 0, 2x plus 3 z equal to a has infinitely many solutions. Options 1 2 3 0.
അപ്പോൾ വാല്യൂ ഓഫ് എ ഫോർ വിച്ച് ദ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് ഹാസ് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ. ഇവിടെ റൈറ്റ് സൈഡിലെ ഈ വാല്യൂ, ഈ കോൺസ്റ്റന്റ് വാല്യൂ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. കണ്ടീഷൻ എന്താണ്? ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ് ആണ് ഈ സിസ്റ്റത്തിന് ഉണ്ടായിരിക്കുക എന്ന് പറഞ്ഞത്. നമുക്ക് എ ബൈ ബി എഴുതാം. തന്നിരിക്കുന്ന സിസ്റ്റത്തിൽ നിന്നും എ ബൈ ബി എഴുതിയാൽ 1 1 1 1 മൈനസ് 1 2. മൂന്നാമത്തെ ഇക്വേഷനിൽ 2x + 3z = എന്നല്ലേ തന്നിരിക്കുന്നത്. അതിൽ എക്സിൻ്റെ കോഫിഷ്യൻറ്റ് 2, വൈയുടെ കോഫിഷ്യൻറ്റ് ഇല്ല, അപ്പോൾ എന്ത് കൊടുക്കണം? 0 കൊടുക്കണം. ഇസഡിൻ്റെ കോഫിഷ്യൻറ്റ് 3. എ ബൈ ബി ആണ് നമ്മൾ എഴുതുന്നത്. മെട്രിക്സ് 1 0 a. ഈ ഒരു കോളം കൂടെ നമ്മൾ ഇതിനകത്തേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോഴാണ് എ ബൈ ബി കിട്ടുക. ഇനി എന്താ വേണ്ടത്? ഇതിനെ നമ്മൾ റെഡ്യൂസ് ചെയ്യും. ഓപ്പറേഷൻസ് കൊടുത്ത് റെഡ്യൂസ് ചെയ്യും. റെഡ്യൂസ് ചെയ്യുമ്പോൾ ഇവിടെ നോക്കുക, ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് 1, താഴത്തേക്കുള്ള 0 ആക്കണം. അപ്പോൾ താഴത്തേക്ക് 0 ആക്കാൻ ഈ 1നെ 0 ആക്കാൻ എന്ത് ചെയ്താൽ മതി? R2 - R1 ചെയ്താൽ മതി അല്ലേ? R2 implies R2 - R1. സോ 1 1 1 1. R2 - R1 ചെയ്താൽ ഇവിടെ 0. ഇത് -1 -1 വരും, ദറ്റ് ഈസ് -2 വരും. 2 - 1 ദറ്റ് ഈസ് 1 വരും. 0 - 1 ദറ്റ് ഈസ് -1 വരും. ഓക്കെ. ഇനി അടുത്ത റോ എന്താ വരിക? ഈ 2നെ നമുക്ക് 0 ആക്കണം. 2നെ 0 ആക്കാൻ എന്താ ചെയ്തത്? R3 implies R3 - 2R1 ചെയ്താൽ മതി. നമ്മൾ R1 ഉപയോഗിച്ച് വേണം ഓപ്പറേഷൻസ് നടത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ R2 - 2R1 ഇവിടെ 0 വരും. ഇവിടെ 0 - 2 -2 വരും. ഇവിടെ 3 - 2 ദറ്റ് ഈസ് 1 വരും. ഇവിടെ a - 2 വരും. ഓക്കെ, a - 2 ഇത്രയാണ് വരും. ഇനി എന്ത് ചെയ്യണം? ഇവിടെ നോക്കിക്കേ, ഇവിടെ റോസ് റിപ്പീറ്റ് ചെയ്ത് വരുവാണ്. റാങ്ക് കണ്ടുപിടിക്കാനാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ പറയാം അല്ലേ? പക്ഷെ ഇവിടെ ഒരു കണ്ടീഷൻ നോക്കി, a - 2 എന്ന് വന്നിരിക്കുന്നത് കോൺസ്റ്റന്റ് വാല്യൂ. നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ ഈ R2നെ നമുക്ക് 1 ആക്കി മാറ്റാം. -2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 1 ആക്കി മാറ്റാം. R2നെ -2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 1 ആക്കി മാറ്റണം. അതെ, 1 1 1 1 0 1. ഇവിടെ എന്ത് വരും? -1/2 വരും. -1/2. ഇവിടെ 1/2 0 -2 1 a -2. ഇതിനടുത്ത സ്റ്റെപ്പിൽ ഈ -2നെ നമുക്ക് 0 ആക്കണം. -2നെ 0 ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇത് ഉപയോഗിച്ചിട്ട് ചെയ്യണം. ഓക്കെ, അത് ഉപയോഗിച്ചിട്ട് ചെയ്താൽ നമുക്ക് എന്ത് വരും? ഫസ്റ്റ് റോ 1 0 3/2 1/2 വരും. സെക്കൻഡ് റോ 0 1 -1/2 1/2 വരും. തേർഡ് റോ എന്ന് പറഞ്ഞത് R3 implies നമുക്ക് എന്ത് ചെയ്യണം? അത് 0 ആക്കുകയായിരുന്നു വേണ്ടത് അല്ലേ? ആ 1നെ 0 ആക്കി മാറ്റണമായിരുന്നു. R3 implies R3 + 2R2 ചെയ്താൽ പോരെ? R3 + 2R2. R2 ചെയ്യുമ്പോൾ ഇവിടെ എന്ത് വരും? ഇവിടെ 0 വരും. ഇവിടെ 0 വരും. ഇവിടെ 0 വരും. ഇവിടെ വരുന്നുണ്ട് a - 1 വരും അല്ലേ? ഇനി റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് a ബൈ ബി നോക്കിക്കേ. റാങ്ക് ഓഫ് a = റാങ്ക് ഓഫ് a ബൈ ബി = ഇവിടെ വരെയാണ് നമുക്ക് a എന്നുള്ള മെട്രിക്സ്. ഓക്കെ, ഇത് b. അപ്പം റാങ്ക് ഓഫ് a എത്ര കിട്ടി? ഇവിടെ 3ഉം 0 ആയി. ഈ ഒരു മെട്രിക്സ് എടുത്തു കഴിഞ്ഞാൽ ഇതിലെ നമ്പർ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡന്റ് റോസ് എന്നത് എന്ത് വരും? 2 എണ്ണേ ഉള്ളൂ. അപ്പോൾ റാങ്ക് ഓഫ് a നിന്ന് 2 ആണ്. ഓക്കെ, റാങ്ക് ഓഫ് a ബൈ ബി നിന്ന് മൊത്തമുള്ള മെട്രിക്സ് എടുക്കുക. അതിൽ എത്ര ലീനിയർലി ഇൻഡിപെൻഡന്റ് റോസ് ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഇവിടെ വരെ ഇത് 0 ആണ്. പക്ഷേ ഈ ഒരു വാല്യൂ a - 1 എന്നുള്ള വാല്യൂ എന്തല്ല? 0 അല്ല. ഇനി a - 1 എന്നുള്ളത് 0 ആണെങ്കിൽ a - 1 0 ആണെങ്കിൽ ഇതും 0 ആയി പോകും അല്ലേ? ഇത് 0 ആണെങ്കിൽ ഈ റോ മൊത്തം 0 ആയി പോകും. അപ്പോൾ റാങ്ക് ഓഫ് a ബൈ ബിയുടെ റാങ്ക് എന്ന് പറയുന്നത് തന്നെയായിരിക്കും 2 തന്നെയായിരിക്കും. 2 if എപ്പോഴാണ് a - 1 = 0. അപ്പോൾ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ആദ്യം ഇത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അത് റാങ്ക് ഓഫ് എയും
റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് എ ബൈ ബിയും ഈക്വൽ ആയിരിക്കണം. ഈ ഒരു കണ്ടീഷനും കൂടെ വേണ്ടല്ലോ. അപ്പോൾ ഇത് രണ്ട് ഈക്വൽ ആണെങ്കിൽ രണ്ട് കേസാണ്, ഒന്ന് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷനും യൂണീക് സൊല്യൂഷനും വരുന്നു. അതിൽ തന്നെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷനുള്ള കണ്ടീഷനാണ്. ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസിന് നമ്മൾ കണ്ടീഷൻ പഠിച്ചിരുന്നത് എന്തായിരുന്നു? എ ഈക്വൽ ടു റാങ്ക് ഓഫ് എ ബൈ ബി ഈക്വൽ ടു എം ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ കണ്ടീഷനാണ് ഇത്? ഇത് യൂണീക് സൊല്യൂഷൻ്റെ കണ്ടീഷനാണ്. യൂണീക് സൊല്യൂഷനാണിത്. നമുക്ക് വേണ്ടത് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷനാണ്. എം ലെസ് ദാൻ എൻ ആയാലാണ് എന്ത് വരുള്ളൂ? ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ വരുള്ളൂ. അപ്പോൾ നമ്മുടെ റാങ്ക് എന്ന് പറയുന്നത് ഇവിടെ 2 ആണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ റാങ്ക് ഷുഡ് ബി ലെസ് ദാൻ നമ്പർ ഓഫ് അൺനോൺസ്. അൺനോൺസ് എത്രയാണ് ഇവിടെ? നമ്മൾ അൺനോൺസിൻ്റെ എണ്ണം എത്രയാണ്? എക്സ് വൈ ഇസഡ് 3 അല്ലേ? റാങ്ക് എത്രയാണ്? 2 ആണ്. അപ്പോൾ 2 ഈസ് ലെസ് ദാൻ 3. കറക്റ്റ് അല്ലേ? 2 ലെസ് ദാൻ 3 ആണ്. അപ്പോൾ a minus 1 ഈക്വൽ ടു 0 ആകണം അല്ലേ? ഇത് 0 ആയാലേ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആവുള്ളൂ. സോ a minus 1 0 ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എയുടെ വാല്യൂ എന്ത് വരും? a minus 1 0 ആണെങ്കിൽ a ഈക്വൽ ടു 1 എന്ന് കിട്ടും. അപ്പോൾ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷന് ആകുന്ന കേസിൽ നമ്മുടെ കോൺസ്റ്റന്റ് വാല്യൂ എയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്ര കിട്ടി? a ഈക്വൽ ടു 1 ആയിരിക്കും. ഓക്കെ, മനസ്സിലായി വിചാരിക്കുന്നു. ഇവിടെ റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് എ ബൈ ബിയും 2 കിട്ടണമെങ്കിൽ a minus 1 0 ആകണം. അപ്പോൾ 2 ആകും ചെയ്യും. ഒപ്പം എന്തിനേക്കാൾ ചെറുതായിരിക്കണം? അതിൻ്റെ അൺനോൺസിൻ്റെ എണ്ണത്തിനേക്കാളും ചെറുതായിരിക്കണം റാങ്ക്. അൺനോൺസ് ഇവിടെ എക്സ് വൈ ഇസഡ് ആണ്. എക്സ് വൈ ഇസഡ് ആണ് ഇവിടുത്തെ അൺനോൺ. അപ്പം അൺനോൺസിൻ്റെ എണ്ണം എന്ന് പറഞ്ഞത് 3. റാങ്ക് ചെറുതായിരിക്കണം എന്ന് പറഞ്ഞത്. ഇവിടുത്തെ റാങ്ക് 2 ആണ് നമുക്ക് കിട്ടിയത്. 2 ലെസ് ദാൻ 3 ആണ്. ഇത് ട്രൂ ആണ് അല്ലേ? അപ്പോൾ ഈ റാങ്ക് നിന്ന് 2 ആകണമെങ്കിൽ എന്ത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം? ഈ a minus 1 0 ആയാൽ മാത്രമേ ഇത് പറ്റൂ. അപ്പോൾ a minus 1 0 ആണെങ്കിൽ എയുടെ വാല്യൂ 1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ എ ഈക്വൽ ടു 1. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കണം. അപ്പോൾ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ സെറ്റ് എക്സാമിന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്. അപ്പോൾ കോൺസെപ്റ്റ് മനസ്സിലാക്കുക, അതനുസരിച്ച് പ്രോബ്ലം ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സെറ്റ് ആസ്പിറൻസ് ആയിട്ടുള്ള ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.